Hi everyone, welcome to the video. Chapter 7 entitled as Shadows and Tall Trees. The boys find some banana trees and stop to eat other fruits. Ralph notices how wild and dirty they all are. He wishes he had a soap to wash with, scissors to cut his hair, and toothbrush. Ralph feels that to rescue from the island is hopeless. അപ്പം ഇവിടെ ഇവർ മറ്റ് ട്രീസ് നിന്നുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നത് നിർത്തിയിട്ട് അവർ ബനാന ട്രീസ് കാണുമ്പോൾ അതിനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് റാൽഫിന് ഒരു ചിന്ത ഉണ്ടാവുകയാണ്. അതായത് അവർ വളരെയധികം വൈൽഡായിരിക്കുന്നു, അല്ലെങ്കിൽ അവർ വളരെ ഡേർട്ടി ആണെന്നുള്ളൊരു റിയലൈസേഷനിലേക്ക് റാൽഫ് വരുന്നുണ്ട്. അപ്പം റാൽഫിന് തോന്നുവാണ്, റാൽഫിൻ്റെ കയ്യിലൊരു സോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ സിസേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇവരുടെ ഒരു മോശപ്പെട്ട അല്ലെങ്കിൽ ഒരു വളരെ മോശമായിട്ടുള്ള ഈ ഒരു രീതിയിൽ നിന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നവൻ ചിന്തിക്കുന്നു. വിച്ച് മീൻസ് ഹി ബോദേഴ്സ് അബൌട്ട് ദെയർ ഫിസിക്കൽ അപ്പിയറൻസ് ആൻഡ് റാൽഫ് ഫീൽസ് ടു റെസ്ക്യൂ ഫ്രം ദി ഐലൻഡ് ഈസ് ഹോപ്പ്ലെസ്. അപ്പം ഈ ഒരു നോവലിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ടു റാൽഫിനൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. ഹീ സേസ് ഹിസ് ഫാദർ ഈസ് എ നേവൽ ഓഫീസർ. പക്ഷേ എന്തുകൊണ്ടോ ഇപ്പം റാൽഫിന് അത്തരത്തിലുള്ള ഹോപ്പ് ഇല്ല. അവർ ഇവിടെ നിന്ന് റെസ്ക്യൂ ആകും എന്നുള്ള ഹോപ്പ് റാൽഫിന് തീരെ ഇല്ലാതായിരിക്കുന്നു. So this time Simon says to Ralph that you will get back to where you came from. അപ്പം സിമൺ റാൽഫിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നീ എവിടെ നിന്നാണോ വന്നത് നീ അവിടേക്ക് തിരിച്ചു തന്നെ പോകും. അപ്പം മറ്റ് ക്യാരക്ടേഴ്സിനോടൊന്നും സിമൺ ഇത് പറയുന്നില്ല. റാൽഫിനോട് മാത്രമേ സിമൺ ഇത് പറയുന്നുള്ളൂ. ആൻഡ് ജാക്ക് ഈസ് പ്രിപ്പയറിങ് ടു ഹണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷനൊക്കെ ഇവിടെ നടക്കുമ്പം നമുക്ക് കാണാൻ പറ്റുന്നത് ജാക്ക് എന്ന് പറയുന്ന ക്യാരക്ടർ ഹീ ഈസ് പ്രിപ്പയറിങ് ടു ഹണ്ട്. മറ്റു കാര്യങ്ങളൊന്നും ജാക്കിനെ ബോദർ ചെയ്യുന്നേയില്ല. ജാക്ക് എപ്പോഴും ഒരു ഹണ്ടർ എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. റാൽഫ് റിമെമ്പേഴ്സ് ഹിസ് ഹോം ഇൻ ഇംഗ്ലണ്ട്, ഹിസ് ബെഡ്റൂം വിച്ച് ഈസ് വെരി സേഫ്, കംഫർട്ടബിൾ, ഫ്രണ്ട്ലി, വിത്ത് ഫുൾ ഓഫ് ബുക്സ്. ആൻഡ് സഡൻലി എ ബിഗ് ബോൾ കംസ് ടു ദെയർ ഏരിയ. അപ്പം ഈ ഒരു സമയത്ത് റാൽഫ് തൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു തൻ്റെ വീട്, വളരെ കംഫർട്ടബിളും സേഫും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അവിടെ ഒത്തിരി ബുക്സ് ഉണ്ടായിരുന്നു വായിക്കാനൊക്കെ. പക്ഷേ ഇവിടുത്തെ അവസ്ഥയെന്ന് പറയുന്നത് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതവൻ ചിന്തിക്കുവാണ്. ഈ സമയത്ത് സഡൻലി എ ബിഗ് ബോർ വിച്ച് മീൻസ് എ വൈൽഡ് മെയിൽ പിഗ് കംസ് ടു ദെയർ ഏരിയ. റാൽഫ് ത്രോസ് ഹിസ് സ്പിയർ ആൻഡ് ദ പിഗ് റൺസ് അവേ. ഒരു മെയിൽ പിഗ് ഇവരുടെ ഗ്യാതറിങ്ങിൻ്റെ ഇടയിലേക്ക് ഓടി വരുന്നുണ്ട്. പക്ഷേ റാൽഫ് അതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനെ ഒന്നും തന്നെ ചെയ്യാനായിട്ട് റാൽഫിനെ കൊണ്ട് കഴിഞ്ഞില്ല. ഹി തിങ്സ് ദാറ്റ് ഹണ്ടിങ് ഈസ് ഗുഡ് ആൻഡ് ഫീൽസ് പ്രൗഡ് അബൌട്ട് ഹിസ് അറ്റംപ്റ്റ് ടു അറ്റാക്ക് ദ പിഗ്. അപ്പോൾ ഈ ഒരു സമയത്ത് റാൽഫ് ചിന്തിക്കുന്നൊരു കാര്യം, ജാക്കിൻ്റെ വഴി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ശരി. അതായത് എന്തുകൊണ്ടൊരു ഹണ്ടർ ആയിക്കൂടാ, ഹണ്ടിങ് എന്ന് പറയുന്നത് കുറച്ചുകൂടി നല്ലൊരു കാര്യമാണെന്ന് റാൽഫിന് ഒരു ബോധ്യമുണ്ടാവുകയാണ്. റാൽഫ് ബിഗിൻസ് ടു ഡിസ്ക്രൈബ് ഹൗ ഹി ഹാഡ് ത്രോൺ ഹിസ് സ്പിയേഴ്സ് അറ്റ് ദി ബോർ. അപ്പം മറ്റുള്ള കുട്ടികളോടെല്ലാം റാൽഫ് ഡിസ്ക്രൈബ് ചെയ്യുകയാണ് താൻ എങ്ങനെയാണ് തൻ്റെ സ്പിയർ വെച്ചിട്ട് അതിനെ അറ്റാക്ക് ചെയ്യാൻ പോയതെന്നൊക്കെ. സോ വിച്ച് ഷോസ് ദാറ്റ് റാൽഫ് എന്ന് പറയുന്ന ക്യാരക്ടർ ഓൾസോ പോകെ പതിയെ അൺസിവിലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുവാണ് എന്നുള്ള ഒരു ക്ലൂ ആണ് ഓഥർ നമുക്ക് തരുന്നത്. ആൻഡ് റോബർട്ട് പ്രെറ്റൻസ് എസ് പിഗ്. അപ്പം ഈ ഒരു സമയത്ത് റോബർട്ട് എന്ന് പറയുന്നൊരു ക്യാരക്ടർ, ഒരു വില്ലനാണ്. ആ കുട്ടി പിഗ്ഗായിട്ട് അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു റാൽഫിൻ്റെ ആ ഒരു അറ്റംപ്റ്റ് ടു അറ്റാക്ക് ദ പിഗ് അത് റോബർട്ട് അഭിനയിച്ച് കാണിക്കുകയാണ്. വയലൻസ് ഈസ് ഇൻക്രീസിങ് ആൻഡ് റാൽഫ് ഈസ് ബിക്കമിങ് അൺസിവിലൈസ്ഡ്. ആൻഡ് ജാക്ക് സേസ് വി ക്യാൻ കിൽ ദ ബീസ്റ്റ് ഇഫ് ദേ ക്യാൻ കിൽ ദ പിഗ്. പിഗിനെ കൊല്ലാൻ പറ്റുന്ന ആൾക്ക് എന്തുകൊണ്ട് ബീസ്റ്റിനെ കൊന്നുകൂടാ എന്നുള്ള കാര്യം ജാക്ക് എടുത്ത് പറയുന്നുണ്ട്. They are preparing to kill the beast. Ralph, Jack and Roger climb up to the mountain. They begin to cough as they are passing through burnt area. അപ്പം ഇവർ ധൈര്യമൊക്കെ സംഭരിച്ച് മൗണ്ടെയിൻ ടോപ്പിലേക്ക് വീണ്ടും പോവുകയാണ്. അപ്പം പോകുന്ന വഴി അവർ കഫ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ബേൺഡ് ഏരിയയിൽ സിഗ്നൽ ഫയർ കൊടുക്കുന്ന സ്ഥലത്തൂടെയാണ് അവർ പോകുന്നത്. അപ്പം അവർക്ക് ആ ഒരു കഫിങ് ഫീൽ ചെയ്യുന്നുണ്ട്. റാൽഫ് ആൻഡ് റോജർ വെയിറ്റിംഗ് ഇൻ ദ ബിലോ പാർട്ട് ഓഫ് ദി മൗണ്ടെയിൻ. അപ്പം റാൽഫും റോജറും മൗണ്ടെയിൻ്റെ താഴത്തെ ആ ഒരു പോർഷനിൽ വെയിറ്റ് ചെയ്യാണ്. ജാക്ക് വെൻറ്റ് അലോൺ ടു ദ ടോപ്പ് ഓഫ് ദി മൗണ്ടെയിൻ. മൗണ്ടെയിൻ ടോപ്പിലേക്ക് പോകുന്നത് ജാക്കാണ്. ജാക്ക് കംസ് ബാക്ക്, ഹീസ് ഷിവറിങ് വിത്ത് ഫിയർ. അപ്പം പോയ പോലെ തന്നെ അത്രയും സ്പീഡിൽ തന്നെ ജാക്ക് തിരിച്ചു വരുന്നുണ്ട്. അവൻ ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യുന്നുണ്ട്. ഹീ സോ സംതിങ് ഇൻ ദ ടോപ്പ് ബട്ട് നോട്ട് ഷുവർ വാട്ട് ഇറ്റ് ഇസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവൻ എന്തോ മൗണ്ടെയിൻ ടോപ്പിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ അതെന്താണെന്ന് വ്യക്തമല്ല.
Together, they just see a head that moves up and down. They feel great fear and run down the mountain. അപ്പം 3 പേരും കൂടി വീണ്ടും മൗണ്ടെയിൻ ടോപ്പിലേക്ക് പോയിട്ട് എന്താണ് അവിടെ കണ്ടെന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അവർ കാണുന്നത് ഒരു ഹെഡ് പോലത്തെ ഒരു തല അവർ കാണുന്നുണ്ട്. അതിങ്ങനെ അനങ്ങുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു. പക്ഷേ ആ ഒരു ഒറ്റ നോട്ടമേ അവർ നോക്കുന്നുള്ളൂ. വീണ്ടും അവർ മൗണ്ടെയിൻ്റെ ടോപ്പിൽ നിന്ന് താഴേക്ക് ഓടിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. So that's the end of chapter 7. So we are moving to chapter 8, that is Gift from the Darkness. Ralph tells Piggy that there is a beast in the island. അപ്പം ഇവരെല്ലാവരും കണ്ട കാര്യങ്ങൾ മറ്റുള്ളവരോട് നറേറ്റ് ചെയ്യുവാണ്. So Ralph tells Piggy that there is something in the island. They hears the sound of conch shell. Jack called for the meeting. അപ്പോൾ ഈ സമയത്ത് മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത് റാൽഫ് അല്ല, ജാക്കാണ്. ജാക്ക് കോൺച്ച് ഷെൽ എടുത്തിട്ട് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. Ralph hates Jack's attitude to call for the meeting because Jack is not the chief. അപ്പം റാൽഫിന് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. ബിക്കോസ് റാൽഫ് ആലോചിക്കുമ്പോൾ ജാക്ക് ഈസ് നോട്ട് ദി ചീഫ്. ജാക്ക് സേസ് റാൽഫ് ഇസ് എ കവേർഡ് ആൻഡ് റാൽഫ് ഡിസഗ്രീസ്. അപ്പോൾ ജാക്ക് പറയുന്നുണ്ട് റാൽഫ് ഒരു കവേർഡാണ്, ഒരു ഭീരുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് റാൽഫിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ജാക്ക്. ജാക്ക് എൻകറേജസ് എവറി വൺ ടു സെലക്ട് എ ന്യൂ ചീഫ് ത്രൂ എലക്ഷൻ. വീണ്ടും ജാക്ക് തനിക്ക് ചീഫ് ആകാനുള്ള പവറിനോടുള്ള ഒരു സ്നേഹം, അല്ലെങ്കിൽ ഒരു ഓവർ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് ജാക്കിനെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. വീണ്ടും ജാക്ക് മറ്റുള്ളവരോട് പറയുന്നുണ്ട് വി നീഡ് ടു സെലക്ട് എ ന്യൂ ചീഫ്, സോ ഇലക്ഷൻ ഈസ് ബെറ്റർ. നോ വൺ വോട്ട് ഫോർ ജാക്ക് ആൻഡ് ഹി ക്രൈസ്. അപ്പം വീണ്ടും അവർ ഇലക്ഷൻ സിസ്റ്റം കൊണ്ടുവരുന്നു. പക്ഷേ ആരും തന്നെ ജാക്കിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആൻഡ് ഹി ക്രൈസ്. ഹി സേസ് ഹി വോണ്ട് പ്ലേ വിത്ത് അതേഴ്സ് എനിമോർ ആൻഡ് ഹി ഈസ് നോട്ട് എ മെമ്പർ ഓഫ് റാൽഫ്സ് ഗ്രൂപ്പ്. അപ്പോൾ എന്തുകൊണ്ടോ ജാക്കിന് തോന്നുകയാണ് റാൽഫിൻ്റെ ഗ്യാങ്ങിൽ നിന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ തന്നെ ഫോളോ ചെയ്യുന്ന ആരും തന്നെ ഇവിടെ ഇല്ല. സോ ജാക്ക് പറയുന്നുണ്ട് ഇനി ആരുടെ കൂടെയും പ്ലേ ചെയ്യാനായിട്ട് താൻ വരില്ല. സോ ഞാൻ ഇനി തൊട്ട് റാൽഫിൻ്റെ ഗ്രൂപ്പിലെ മെമ്പറല്ല എന്ന് ജാക്ക് പ്രൊക്ലെയിം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇഫ് എനിബഡി വോണ്ട്സ് മീറ്റ് ദേ ക്യാൻ ഫോളോ ഹിം. അപ്പം ജാക്ക് പറയുന്ന കാര്യം ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല, സോ ആർക്കെങ്കിലും മീറ്റ് വേണം എന്നാണെങ്കിൽ എൻ്റെ അടുക്കിലേക്ക് വരാം. ഓക്കെ. ആൻഡ് പിഗ്ഗി ആൻഡ് റാൽഫ് ഈസ് അപ്സെറ്റ്. അപ്പോൾ പിഗ്ഗിക്കും റാൽഫിനും വളരെയധികം സങ്കടമുണ്ട് ഈ ഒരു കാര്യത്തിൽ. കാരണം അവർക്കറിയാം ജാക്ക് എന്ന് പറയുന്നത് ഈവൻ ദോ ഹീസ് വൈൽഡ് അല്ലെങ്കിൽ ഹീസ് ഡേഞ്ചറസ്, അത്യാവശ്യം ധൈര്യമുള്ളതും അല്ലെങ്കിൽ ഹണ്ടിങ്ങും അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ബെറ്റർ ഓപ്ഷൻ ജാക്ക് തന്നെയാണ്. അപ്പം ജാക്ക് ഇവരുടെ ഗ്യാങ്ങിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതൊരു വലിയൊരു ലോസ്റ്റ് തന്നെയായിരിക്കും, അത് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇത് അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമല്ല ജാക്ക് ഇങ്ങനെ മാറി ഗ്യാങ്ങിൽ നിന്ന് പോകുന്നതെന്നുള്ളത്. ബട്ട് എനിവേ ജാക്ക് ഇവരെ വിട്ട് പോവുകയാണ്. ദിസ് ടൈം സിമൺ വെൻ ടു എ പീസ്ഫുൾ ഏരിയ. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് സിമൺ എന്ന് പറയുന്ന ക്യാരക്ടറെയാണ്. സിമൺ ഒരു പീസ്ഫുൾ ഏരിയയിലേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജാക്ക് സീസ് എ മദർ പിഗ് നേഴ്സിങ് ഹെർ ബേബി പിഗ്ലെറ്റ്സ്. അപ്പോൾ ഈ ഒരു സമയത്ത് ജാക്ക് ഇവരുമായിട്ട് ഒരു ഫൈറ്റിങ്ങും അല്ലെങ്കിൽ ഒരു ദേഷ്യമൊക്കെ പെട്ടിട്ട് ജാക്ക് ഇവരുടെ കയ്യിൽ നിന്ന് പോകുമ്പം ഓൺ ദി വേ ജാക്ക് സീസ് എ മദർ പിഗ് നേഴ്സിങ് ഹെർ ബേബി പിഗ്ലെറ്റ്സ്. ഒരു മദർ പിഗ് ചെറിയ പിഗ്ലെറ്റ്സ്, അതായത് ചെറിയ ബേബി പിഗ്സിനെ നേഴ്സ് ചെയ്യുന്നത്, ഫീഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ജാക്ക് കിൽസ് ദ മദർ പിഗ് ആൻഡ് കട്ട് ഇറ്റ്സ് ബോഡി പാർട്സ്. അപ്പം ജാക്ക് ആ കണ്ട മാത്രമേ തന്നെ ആ മദർ പിഗിനെ അറ്റാക്ക് ചെയ്യുന്നു, അതിൻ്റെ ബോഡി പാർട്സ് എല്ലാം കട്ട് ചെയ്യുന്നു. അപ്പം അത് കാണിക്കുന്നത് സർവൈവൽ ബിക്കം ഹാർഡ്. കാരണം ഒരു മദർ പിഗിനെ കില്ല് ചെയ്തിട്ട് അതിൻ്റെ പിഗ്ലെറ്റ്സിനെയൊക്കെ കൊന്നു കളയുമ്പം അവരുടെ സർവൈവൽ, അവർക്ക് ഇനി ഫുഡ് കിട്ടില്ല, അതായത് അവരുടെ സർവൈവൽ കുറച്ചും കൂടി ഹാർഡായി തുടങ്ങുവാണ്. സോ ജാക്ക് പുട്ട്സ് ദി ഹെഡ് ഓഫ് ദ പിഗ് ഇൻ എ സ്റ്റിക്ക് ആൻഡ് ഹി സേസ് ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫോർ ദ ബീസ്റ്റ്. അപ്പോൾ ജാക്ക് അതിൻ്റെ ഹെഡ് അറുത്ത് മാറ്റിയിട്ട് അതൊരു സ്റ്റിക്കിൽ കുത്തി വെക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഇത് ബീസ്റ്റിനുള്ള ഗിഫ്റ്റാണെന്നുള്ളത്. സിമൺ ഈസ് വാച്ചിങ് ഓൾ ദ ഇൻസിഡൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു സിമൺ ഒരു ക്ലിയർ ഏരിയയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സിമൺ ഇതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. സിമൺ ഈസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഹെഡ്. അപ്പം സിമൺ പിന്നീട് പോയിട്ട് ഈ ഒരു ഹെഡിൻ്റെ, അതായത് പിഗിൻ്റെ, ആ മദർ പിഗിൻ്റെ ഹെഡ് ഒരു സ്റ്റിക്കിൽ കുത്തി വെച്ചല്ലോ, അതിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് സിമൺ നിൽക്കുവാണ്. സിമൺ ലുക്സ് അറ്റ് ദ പിഗ് ആൻഡ് റെക്കഗ്നൈസ് ദ ലോർഡ് ഓഫ് ദി ഫ്ലൈസ്. സോ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ട്, അതായത് സിമൺ ആ പിഗിൻ്റെ ഹെഡിനെ നോക്കി നിൽക്കുമ്പം അവന് തോന്നുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഉൾവിളി എന്ന് പറയുന്നത് ദിസ് ഇസ് ലോർഡ് ഓഫ് ദി ഫ്ലൈസ്, ഇത് ലോർഡ് ഓഫ് ദി ഫ്ലൈസ് ആണെന്നുള്ളതാണ്. അപ്പം ഇവിടെ ഒരു ബിബ്ലിക്കൽ റെഫറൻസ് ഉണ്ട്. ലോർഡ് ഓഫ് ദി ഫ്ലൈസ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് ബീൽസിബബ്.
in ancient time, people prayed to this god, later called it as Satan or devil. പണ്ട് കാലങ്ങളിൽ ആളുകൾ ഏൻഷ്യൻ ടൈമിൽ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഗോഡിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പവറാണ് ബീൽസിബബ് എന്ന് പറയുന്നത്. അപ്പം ആളുകൾ ബീൽസിബബിനെ ആരാധിച്ചിരുന്നു. പിന്നീടാണ് ഇത് സേറ്റനും ഡെവിളൊക്കെ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ ലോർഡ് ഓഫ് ദി ഫ്ലൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പിഗിൻ്റെ ഹെഡ് ഇങ്ങനെ കാണുമ്പം സിമൺ ആ ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. സിമൺ റിയലൈസ് ചെയ്യുന്നത് ദിസ് ഇസ് ലോർഡ് ഓഫ് ദി ഫ്ലൈസ്. The pig seems to be telling him that everything is bad and Simon agrees. അപ്പം സിമണിനോട് ആ പിഗിൻ്റെ ഹെഡ് സംസാരിക്കുന്ന പോലെ സിമണിന് ഫീൽ ചെയ്യാണ്. ആൻഡ് ഇറ്റ് സേസ് ദാറ്റ് എവറിത്തിങ് ഈസ് ബാഡ്. ഇവിടെ എല്ലാം നടക്കുന്നത് വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്, സിറ്റുവേഷൻസ് എല്ലാം വഷളാകുവാണ് എന്ന് ആ പിഗിൻ്റെ ഹെഡ് സിമണിനോട് പറയുന്നത് പോലെ സിമണിന് ഫീൽ ചെയ്യുവാണ്. ഹി സേസ് ദ ഹെഡ് ആൻഡ് ദ ഗട്ട് ഓഫ് ദ പിഗ് ഈസ് കവേർഡ് വിത്ത് ഫ്ലൈസ്. അപ്പം ഈ പിഗിൻ്റെ ഹെഡും ഗട്ടൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് ഫ്ലൈസ് ഇങ്ങനെ ഈച്ചകളൊക്കെ വന്നിരിക്കുന്നുണ്ട്. റാൽഫ് ഈസ് കെയർഡ് ബിക്കോസ് നോ വൺ കെയർസ് അബൌട്ട് ദി ഫയർ. ഈ സമയത്ത് റാൽഫ് പറയുന്നുണ്ട്, റാൽഫ് മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യം, ആരും തന്നെ റെസ്ക്യൂ ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഈ ഐലൻഡിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ള കാര്യം ആരും തന്നെ ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം റാൽഫിനെ വളരെയധികം പേടിപ്പെടുത്തുന്നുണ്ട്. സഡൻലി ജാക്ക് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് കെയിം ആൻഡ് സ്റ്റോളൻ ദ ബേണിംഗ് സ്റ്റിക്ക് ഫ്രം ദി ഫയർ. അപ്പം ജാക്കിന് കുറച്ച് ഫോളോവേഴ്സുണ്ട്. അവരെല്ലാവരും കൂടി വേറൊരു ഗ്യാങ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പം അവരിൽ നിന്ന് ഒരാൾ വന്നിട്ട്, ജാക്കും ഫ്രണ്ട്സും കൂടെ വന്നിട്ട് റാൽഫിൻ്റെ ഗ്യാങ്ങിൻ്റെ ആ ഒരു ബേണിംഗ് ഫയറിൽ നിന്നും അതിൽ നിന്നും ഒരു ബേണിംഗ് സ്റ്റിക്ക് കളവ് ചെയ്ത് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, കട്ടെടുക്കുന്നുണ്ട്. സിമൺ ഫീൽസ് ദ പിഗ് ടെൽസ് ഹിം ദാറ്റ് ദ ബീസ്റ്റ് ഇസ് ദ റീസൺ ഓഫ് ഓൾ പ്രോബ്ലംസ്. അപ്പോൾ സിമണിനോട് പിഗ് സംസാരിക്കുന്ന പോലെ അവന് ഫീൽ ചെയ്യുവാണ്. ദറ്റ് ഈസ് ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും കാര്യം എന്ന് പറയുന്നത്, പ്രശ്നം എന്ന് എല്ലാത്തിൻ്റെയും ഉത്ഭവം, എല്ലാ പ്രോബ്ലംസിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ബീസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഉള്ളിലുള്ള ആ ഒരു ദ ബീസ്റ്റ് ഇൻ ഈച്ച് ബോയ് ഈസ് ഗ്രോയിങ് സ്ട്രോങ്ങർ. അപ്പം അവനൊരു റിയലൈസേഷനിലേക്ക് വരുവാണ്. അതായത് ഈ ഐലൻഡിൽ വേറെ ബീസ്റ്റ് ഒന്നും തന്നെ ഇല്ല. എല്ലാവരും കണ്ടു എന്ന് പറഞ്ഞെങ്കിലും ആരും അത് നേരിട്ട് കണ്ടതായിട്ടോ അല്ലെങ്കിൽ എല്ലാവരും കൂടി നിൽക്കുമ്പോൾ അവർ അറ്റാക്ക് ചെയ്യാൻ വരുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അപ്പം അവൻ ചിന്തിക്കുന്നത്, അല്ല അവനുണ്ടാവുന്ന ആ ഒരു വിഷൻ എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സിലാണ് ബീസ്റ്റ് എന്ന് പറയുന്നത്, അതല്ലാതെ പുറമേ ഇവിടെ ബീസ്റ്റ് ഒന്നും തന്നെയില്ല. സിമൺ റിയലൈസസ് എവറിത്തിങ് ആൻഡ് ഫെയിൻസ്. അപ്പം ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ സിമൺ വളരെ വീക്കാവുകയാണ്. പിന്നെ സിമൺ ഫെയിൻറ്റ് ചെയ്ത് വീഴുന്നതായിട്ട് കാണുന്നുണ്ട്. So that is the end of chapter 8. So we are moving to chapter 9. The title of the chapter is A View to Death. When Simon wakes up, his nose is bleeding. പിന്നെ സിമൺ ആ ഒരു ഉറക്കത്തിൽ നിന്ന് ആ ഒരു ഫെയിൻറ്റ് ചെയ്ത് വീഴുന്നതിൽ നിന്ന് സിമൺ എണീക്കുന്നുണ്ട്. അപ്പം അവൻ്റെ നോസ് ബ്ലീഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഹി വെൻറ്റ് ടു ദ മൗണ്ടെയിൻ. ഹി സീസ് ദ റിമെയിൻസ് ഓഫ് ദ പാരഷൂട്ടിസ്റ്റ് ഡെഡ് ബോഡി. ഹി സീസ് ഫ്ലൈസ്, ഫേഷ്യൽ ബോൺസ് ആൻഡ് റോട്ടിംഗ് ഫ്ലഷ്. ഹി വോമിറ്റ്സ്. അപ്പം ഈ ഒരു ഉൾവിളി ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ നിന്ന് സിമൺ പിന്നീട് ടോപ്പ് ഓഫ് ദി മൗണ്ടെയിനിലേക്ക് ഓടി പോകുന്നുണ്ട്, എന്തായിരിക്കും അവിടെ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്ന് നോക്കുമ്പോൾ സിമൺ എന്നെ മനസ്സിലാവുന്നുണ്ട് ഇതൊരു പാരഷൂട്ടിസ്റ്റാണ്, ഒരു ഡെഡ് ബോഡിയാണ്. ഈ ഡെഡ് ബോഡി ഒരു മനുഷ്യൻ്റെ ഡെഡ് ബോഡിയാണ്, ഇവിടെ വന്ന് ലാൻഡ് ചെയ്തേക്കുവാണ്. പിന്നെ അവൻ കാണുന്നത് ആ ഒരു ഡെഡ് ബോഡിയിലൊക്കെ ഫ്ലൈസും പിന്നെ അത് വളരെയധികം റോട്ടൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫേഷ്യൽ ബോൺസ് ഒക്കെ പുറത്ത് വന്നു. അപ്പം ഹി വോമിറ്റ്സ്. ദെൻ ഹി ഗോസ് ടു ടെൽ ദ ബോയ്സ് ദാറ്റ് ദർ ഇസ് നോ ബീസ്റ്റ് ആൻഡ് ദർ ഇസ് ഓൺലി എ ബോഡി ഓഫ് പാരഷൂട്ടിസ്റ്റ്. അപ്പോൾ ഈ ഒരു കാര്യം മറ്റ് ബോയ്സിനോട് അവന് പറയണം എന്നുണ്ട്, ഇവിടെ പാരഷൂട്ടിസ്റ്റിൻ്റെ ഒരു ഡെഡ് ബോഡി മാത്രമേ ഉള്ളൂ, നിങ്ങൾ കരുതുന്ന പോലെ അത് ബീസ്റ്റ് അല്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് സിമൺ ചെല്ലുന്നുണ്ട്. റാൽഫ് ആൻഡ് പിഗി ഡിസൈഡ്സ് ടു ഗോ ടു ജാക്സ് ഫീസ്റ്റ് ഫോർ ദ മീറ്റ്. അപ്പോൾ ഈ ഒരു സമയത്ത് റാൽഫിന് ഈ മദർ പിഗിൻ്റെ ഫ്ലഷ് കുക്ക് ചെയ്യാനുള്ള, അത് ഗ്രില്ല് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഈ സമയത്ത് റാൽഫും പിഗിക്കും വേറെ വഴിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റ് കിട്ടണമെങ്കിൽ ജാക്കിൻ്റെ അടുത്ത് തന്നെ വേണം. സോ ദേ ഡിസൈഡ്സ് ടു ഗോ ടു ജാക്സ് ഫീസ്റ്റ്. ജാക്ക് പറയുന്നത് താനൊരു ഫീസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു എന്നൊക്കെ തന്നെയാണ്. അപ്പം ആ ഫീസ്റ്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ ചെല്ലാനായിട്ട് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ പോവുകയാണ്. ആൻഡ് ജാക്ക് ഗിവ്സ് മീറ്റ് ടു റാൽഫ് ആൻഡ് പിഗി. അപ്പോൾ ഇവരെ കാണുമ്പോൾ ജാക്ക് വളരെ മോശമായിട്ടൊന്നും പറയുന്നൊന്നുമില്ല, ജാക്ക് മീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജാക്ക് ഈസ് ക്രിയേറ്റിംഗ് എ ട്രൈബ്. ഹി ആസ്ക്ഡ് ദ ബോയ്സ് ടു ജോയിൻ വിത്ത് ഹിം.
വൺ ബൈ വൺ എഗ്രീസ്. അപ്പം ജാക്ക് ഇവിടെ പതിയെ ഒരു ട്രൈബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ജാക്ക് മറ്റുള്ളവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ, മീറ്റ് വേണമെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതലും കുട്ടികളെ ആകർഷിക്കുന്നത് ജാക്കാണ്. റാൽഫ് സേസ് ഹീസ് ദ ചീഫ്. അപ്പോൾ ഈ ഒരു സമയത്ത് റാൽഫ് പറയുന്നൊരു കാര്യം അങ്ങനെ പറ്റില്ല, കാരണം ഞാൻ തന്നെയാണ് ചീഫ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഹീസ് അപ്സെറ്റ് അബൌട്ട് ദി കണ്ടീഷൻ. ജാക്ക് ടെൽസ് ദം ദാറ്റ് കോഞ്ച് ഈസ് യൂസ്ലെസ് ആൻഡ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. അപ്പോൾ ഈ സമയത്ത് ജാക്കിന് ദേഷ്യം വരുന്നത്, ജാക്ക് പറയുന്നുണ്ട് നീയും നിൻ്റെ കോഞ്ച് ഷെല്ലും വെരി യൂസ്ലെസ് ആയിട്ടുള്ള കാര്യമാണ്, സോ നത്തിങ് ടു ഡു വിത്ത് ദാറ്റ് കോഞ്ച് ഷെൽ. ഓക്കെ. ജാക്ക് ടുക്ക് ഹിസ് സ്പിയർ ടു ഡാൻസ് ലൈക്ക് കില്ലിങ് പിഗ്. അപ്പം ജാക്ക് ഞാൻ പറഞ്ഞൊരു ട്രൈബൽ ഒരു കോൺസെപ്റ്റിലേക്ക് വരുവാണ്. അപ്പം അവൻ ആ കയ്യിലുള്ള സ്പിയർ വെച്ചിട്ട് ഒരു ഡാൻസ് പോലെ കളിക്കുവാണ്, എങ്ങനെയാണ് അവൻ പിഗിനെ കില്ല് ചെയ്തെന്നുള്ളത്. ഓൾ ബോയ്സ് ഇൻക്ലൂഡിങ് റാൽഫ് ആൻഡ് പിഗി ജോയിൻ വിത്ത് ജാക്ക് ഇൻ ഡാൻസിങ്. എല്ലാവരും ഈ ഡാൻസിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാണ്, എല്ലാവരും ഈ ഡാൻസിലേക്ക് അങ്ങോട്ട് ഇൻക്ലൂഡഡ് ആവുകയാണ്. റാൽഫും പിഗിയും അതുപോലെ തന്നെ ഈ ഡാൻസിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. റോജർ പ്ലേസ് ദ പാർട്ട് ഓഫ് ദി പിഗ്. അപ്പോൾ ഇവിടെ പിഗിൻ്റെ ആ ഒരു വേഷം ചെയ്യുന്നത് റോജറാണ്. ലേറ്റർ റോജർ സ്റ്റോപ്സ് പ്രെറ്റൻഡിങ് ടു ബി ദ പിഗ് ആൻഡ് ജോയിൻസ് ദി ഡാൻസ് ആസ് എ ഹണ്ടർ. അപ്പം ഒരുപാട് നേരം ഡാൻസ് പിഗായിട്ട് ഇങ്ങനെ കളിച്ച് കഴിഞ്ഞപ്പം റോജർ വളരെയധികം വീക്കായി. ഇപ്പം റോജർ ആ ഒരു പ്രെറ്റൻഡ് ചെയ്യുന്നത് നിർത്തിയിട്ട് ഇവരുടെ കൂടെ ജസ്റ്റ് ഡാൻസ് ചെയ്യുവാണ്. സിമൺ കംസ് ടു ദ ഫീസ്റ്റ്. അപ്പോൾ ഈ ഒരു സമയത്താണ് സിമൺ എന്ന് പറയുന്ന ക്യാരക്ടർ ഈ ഫീസ്റ്റിനിടയിലേക്ക് വരുന്നു. ദേ തോട്ട് ഹീ ഈസ് ദ ബീസ്റ്റ് ബിക്കോസ് ഓഫ് ദി സ്റ്റോമി ഡാർക്ക്നെസ് ദേ കുഡൻറ്റ് റെക്കഗ്നൈസ് ഹിം. അന്ന് വളരെയധികം സ്റ്റോമി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു, ഒരു റെയിനിങ്, ഒരു മഴയുടെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അത് ഭയങ്കര ഡാർക്ക്നെസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് വരുന്നതൊരു ബീസ്റ്റ് ആണെന്നാണ് അവർ തെറ്റിദ്ധരിച്ചത്. ദ അറ്റാക്ക്ഡ് സിമൺ ആസ് ബീസ്റ്റ് ആൻഡ് ഹീ ക്രൈഡ്. അവർ സിമണിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സിമൺ വലിയ വായിൽ കരയുന്നതായിട്ട് കാണുന്നുണ്ട്. സിമൺസ് ഡെഡ് ബോഡി ഫ്ലോട്ടിങ് ഓൺ ദ സീ. പിന്നീട് നമ്മളെ കാണിക്കുന്ന, റീഡേഴ്സിനെ കാണിക്കുന്ന ഒരു സീൻ എന്ന് പറയുന്നത് സിമണിൻ്റെ ഡെഡ് ബോഡി സീ വേവ്സ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. ദി റിയലൈസ്ഡ് ദി ആക്സിഡൻറ്റ്. അപ്പോൾ ഇവൻ്റെ ഡെഡ് ബോഡി കാണുമ്പോഴാണ് കുട്ടികൾ ഉൾപ്പെടെ ചിന്തിക്കുന്നത് അത് സിമൺ ആയിരുന്നു, അതൊരു ആക്സിഡൻ്റ് ആയിരുന്നു. ഫ്രസ്ട്രേറ്റഡ് ആൻഡ് ഡിപ്രസ്ഡ്. അപ്പം എല്ലാ ക്യാരക്ടേഴ്സും വളരെയധികം ഫ്രസ്ട്രേറ്റഡും ഡിപ്രസ്ഡും ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദാറ്റ്സ് ദി എൻഡ് ഓഫ് ചാപ്റ്റർ 9. മൂവ് ഓൺ ടു ചാപ്റ്റർ 10, ദ ഷെൽ ആൻഡ് ദി ഗ്ലാസസ്. പിഗി, സാം ആൻഡ് എറിക് ആർ സ്റ്റിൽ മെമ്പേഴ്സ് ഓഫ് റാൽഫ്സ് ഗ്രൂപ്പ്. അതേഴ്സ് ജോയിൻ ജാക്സ് ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ ചിന്തിക്കുന്ന ഒരു കാര്യം, റാൽഫിൻ്റെ ഗ്യാങ്ങിൽ ഇനി പിഗിയും സാമും എറിക്കും മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ജാക്കിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. റാൽഫ് ലുക്ക്ഡ് അപ്പോൺ ദി കോഞ്ച്, ഇറ്റ്സ് പവർ ടു ഹോൾഡ് ദ മീറ്റിംഗ് ഈസ് ലോസ്റ്റ്. അപ്പം റാൽഫ് ആ കോഞ്ചൽ എടുത്ത് നോക്കുവാണ്. അപ്പം റാൽഫിന് മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ബ്ലറായിട്ടുണ്ട്. സോ അതിൻ്റെ പവർ തന്നെ പോയി, മറ്റുള്ള ഹോൾഡ് ചെയ്യാനുള്ള, മീറ്റിംഗ് ഹോൾഡ് ചെയ്യാനുള്ള ആ ഒരു പവറൊക്കെ അതിന് നഷ്ടപ്പെട്ടു. അതിൻ്റെ ആ ഒരു അപ്പിയറൻസ് മാത്രമല്ല, സത്യത്തിൽ ആ ഒരു സിമ്പിൾ, ആ ഒരു കോഞ്ചിനുണ്ടായിരുന്ന ആ ഒരു പവർ ഇപ്പോൾ ഇല്ല, കാരണം ആരും തന്നെ റാൽഫിൻ്റെ ഗ്യാങ്ങിലില്ല. റാൽഫ് ആൻഡ് പിഗി ഡിസ്കസസ് ദ ഡാൻസ് ആൻഡ് ഡെത്ത് ഓഫ് സിമൺ. അപ്പം റാൽഫും പിഗിക്കും വളരെയധികം ഒരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ട്, കാരണം ഇവരും ആ ഒരു ആക്സിഡൻറ്റിൽ ഭാഗമായല്ലോ, സിമണിനെ കൊന്നതിൽ ഇവർക്കും ഭാഗമുണ്ട്, അല്ലെങ്കിൽ ഒരു പാർട്ടുണ്ട്. Piggy says that he and Ralph is not responsible for Simon's death. They don't admit their fault. അപ്പം പിഗിയും റാൽഫും മനസ്സിലുണ്ടെങ്കിലും അവർ അഡ്മിറ്റ് ചെയ്യുന്നില്ല, ഞങ്ങളിതിൽ അങ്ങനെ ഉദ്ദേശിച്ചതല്ല, ഞങ്ങൾ ഇതിൽ റെസ്പോൺസിബിൾ അല്ല എന്ന് പറയുന്നത്, ഈവൻ ദോ ദേ ആർ റെസ്പോൺസിബിൾ. സോ അവർ അവരുടെ ഫോൾട്ട് അഡ്മിറ്റ് ചെയ്യുന്നില്ല, ബിക്കോസ് അവരുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെയായിരുന്നു സിമൺ. ദി ഫീൽസ് അഷെയിംഡ് ഓഫ് ദെയർ പാർട്ട് ഇൻ സിമൺസ് ഡെത്ത്. ജാക്ക് ആക്ട് ആസ് എ ചീഫ് ഇൻ എ ന്യൂ പ്ലേസ്. അപ്പോൾ പുതിയ സ്ഥലത്ത് ജാക്ക് ഒരു ചീഫിനെ പോലെ തന്നെ, ഒരു ലീഡറായിട്ട് തന്നെ അധികാരം ഏൽക്കുകയാണ്. ഹി ടീച്ചസ് അതേഴ്സ് ഹൗ ടു കിൽ ദ എനമീസ് ബൈ പുഷിങ് ദ റോക്ക്. അപ്പം വലിയൊരു റോക്ക്, ഹ്യൂജ് റോക്കൊക്കെ അവരെ സെറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എങ്ങനെയാണ് മറ്റുള്ളവരെ കില്ല് ചെയ്യുക, എനമീസിനെ അറ്റാക്ക് ചെയ്യുക എന്നൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നു ജാക്ക്. ജാക്ക് ഡിസൈഡ്സ് ടു സ്റ്റീൽ പിഗീസ് ഗ്ലാസസ്. അപ്പോൾ ജാക്കിന് തോന്നുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി റാൽഫിൻ്റെ കൂട്ടത്തിൽ ആരുമില്ല, പിഗിയും എറിക്കും സാമും മാത്രമേ ഉള്ളൂ. സോ എന്തുകൊണ്ടും അവർക്ക് ഇനി വലിയ നിലനിൽപ്പൊന്നും ഉണ്ടാവില്ല. അപ്പം പിഗിയുടെ ഗ്ലാസസ് സ്റ്റീൽ ചെയ്യാമെന്ന് ജാക്ക് ഡിസൈഡ് ചെയ്യാണ്, കാരണം ഇവിടെ മീറ്റ് കുക്ക് ചെയ്യണം, സിഗ്നൽ ഫയർ ഉണ്ടാക്കണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റീൽ ദി ഗ്ലാസ്.
ദ വുഡ് ഈസ് വെറ്റ് ഡ്യൂ ടു ഹെവി റെയിൻ. അപ്പം അവിടെയെല്ലാം കഴിഞ്ഞ ദിവസം സ്റ്റോമി ഡാർക്ക്നെസ് ആയിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ആ റെയിനിൽ ഭയങ്കരമായിട്ട് വുഡൊക്കെ വെറ്റായിട്ട് കിടക്കുവാണ്. ഇറ്റ്സ് ഹാർഡ് ഫോർ പിഗി ടു കീപ് സിഗ്നൽ ഫയർ. അപ്പം സിഗ്നൽ ഫയർ കൊടുക്കുക എന്നുള്ളത്, തീ കായുക എന്നുള്ളത് അത്ര ഈസി അല്ലാത്തൊരു കാര്യമായിട്ട് മാറുകയാണ്. റാൽഫ് സേസ് ദാറ്റ് ദേ മൈറ്റ് ബി ക്യാപ്ചേർഡ് ബൈ റെഡ്സ്. അപ്പം റാൽഫ് പറയുന്നുണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ റെഡ്സിൻ്റെ കയ്യിൽ പെടും. റെഡ്സ് എന്ന് പറയുന്നത് വിച്ച് മീൻസ് ഇറ്റ്സ് എ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആൻഡ് മിലിറ്ററി ഫോഴ്സസ്. അപ്പം നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് ഇവിടെ നിൽക്കുമ്പം ഇതൊരു വോറിൻ്റെ സമയമാണ്. അപ്പം കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റോ മിലിറ്ററി ഫോഴ്സസോ നമ്മളെ ഇവിടുന്ന് എന്താണ് ക്യാപ്ചർ ചെയ്ത് കൊണ്ടുപോകും എന്ന് റാൽഫ് പറയുവാണ്. എറിക് സേസ് ഇറ്റ് വുഡ് ബി ബെറ്റർ ടു ബി ക്യാപ്ചേർഡ് ബൈ റെഡ്സ് ദാൻ ജാക്ക്. അപ്പം എറിക്ക് പറയുവാണ് റെഡ്സ് വന്ന് നമ്മളെ പിടിച്ചുകൊണ്ട് പോകുന്നതിനേക്കാൾ അതാണ് ഏറ്റവും നല്ലത്, ജാക്കിൻ്റെ കൈപ്പെടുന്നതിലും നല്ലത് അതാണ്. സോ നിങ്ങൾ മനസ്സിലാക്കുക, ജാക്ക് എന്ന് പറയുന്ന ക്യാരക്ടർ അത്രയും വൈൽഡായി അല്ലെങ്കിൽ വയലൻസ് അല്ലെങ്കിൽ വളരെയധികം മോശമായിട്ടുള്ളൊരു രീതിയിലേക്ക് വരികയാണ്, അൺസിവിലൈസ്ഡ് ആയെന്നാണ് അതിൻ്റെ അർത്ഥം. പിഗി ബിലീവ്സ് ദേ മസ്റ്റ് ബി റെസ്ക്യൂഡ് സൂൺ. പക്ഷേ പിഗിക്ക് എപ്പോഴും ഒരു വിശ്വാസമുണ്ട് എങ്ങനെയെങ്കിലും നമ്മൾ റെസ്ക്യൂ ചെയ്യപ്പെടും എന്നുള്ളത്. ദ വെൻറ്റ് ടു ദ ഷെൽട്ടേഴ്സ് ടു സ്ലീപ്പ് ആൻഡ് ജാക്ക് സ്റ്റീൽസ് പിഗീസ് ഗ്ലാസസ്. ദെൻ ഇവരെല്ലാവരും ഷെൽട്ടറിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഉറക്കത്തിനിടയിൽ അവർ നന്നായിട്ട് ഉറങ്ങുവാണ്. ഈ സമയത്ത് ജാക്കിൻ്റെ 1-2 ഫോളോവേഴ്സും വന്നിട്ട് പിഗിയുടെ ഗ്ലാസസ് സ്റ്റീൽ ചെയ്യുന്നുണ്ട്. ഹി തിങ്സ് ഹീസ് നൗ എ ട്രൂ ചീഫ്. അപ്പോൾ ഈ സമയത്ത് ജാക്കിനൊരു ഫീൽ തോന്നുകയാണ്, ഞാൻ തന്നെയാണ് യഥാർത്ഥ ചീഫ് എന്നുള്ളത്. ആൻഡ് മൂവ് ഓൺ ടു ചാപ്റ്റർ 11, കാസിൽ റോക്ക്. പിഗി ക്യാൻ സീ വെരി ലിറ്റിൽ ആൻഡ് ഹീസ് അപ്സെറ്റ്. അപ്പോൾ പിഗിക്ക് തൻ്റെ ഗ്ലാസ് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. അപ്പോൾ പിഗിക്ക് ഒട്ടും തന്നെ കാണാൻ പറ്റുന്നില്ല. പിഗി എന്ന് പറയുന്ന ക്യാരക്ടർ ബ്ലൈൻഡായെന്ന് വേണമെങ്കിൽ പറയാം. ഹി നീഡ്സ് അതേഴ്സ് ഹെൽപ്പ്. പിഗിയെ പിടിച്ചുകൊണ്ട് പോകാൻ 2 പേരുടെ സഹായം വേണം. പിഗി ടെൽസ് റാൽഫ് ടു ബ്ലോ ദി കോഞ്ച് ബട്ട് നോ വൺ റെസ്പോൺസ്. അപ്പോൾ പിഗി പറയുന്നുണ്ട് എൻ്റെ ഗ്ലാസ് കാണുന്നില്ല, ആരെങ്കിലും എടുത്തോ എന്ന് അന്വേഷിക്കണം, കോഞ്ച് ഷെല്ലിലൂടെ ബ്ലോ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ആരും തന്നെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. പിഗി റിമൈൻഡ്സ് ദം ഓഫ് സിമൺസ് മർഡർ ആൻഡ് ദി ചൈൽഡ് ഹു ഡൈഡ് ഇൻ ദ ഫയർ. പിഗി അപ്പോഴും നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ക്യാരക്ടേഴ്സിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സിമൻ്റെ മർഡർ അവൻ അവിടെ എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ കണ്ട ആ ഒരു കുട്ടി, ചൈൽഡ് വിത്ത് ബർത്ത് മാർക്ക് ഓൺ ഹിസ് ഫേസ്, മുഖത്ത് മറുകുള്ള ഒരു കുട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ആ കുട്ടി മരിച്ചുപോയി. അപ്പോൾ ആ കുട്ടിയുടെ കാര്യമൊക്കെ പിഗി ഇങ്ങനെ പറയുന്നുണ്ട്. റാൽഫ് ഷൗട്ടഡ് അറ്റ് പിഗി. അപ്പോൾ ഈ ഒരു സമയത്ത് ആകെ നെഗറ്റീവാണ്. അപ്പം വീണ്ടും നെഗറ്റീവ് തോട്ട്സ് വരുന്നത് കണ്ടിട്ട് റാൽഫിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഹി ഷൗട്ടഡ് അറ്റ് പിഗി. പിഗി ബിഗിൻസ് ടു ക്രൈ ആൻഡ് സിംഗിൾ ടിയർ ഈസ് ഓൺ ദി കോഞ്ച് ഷെൽ. പിഗി കരയാൻ തുടങ്ങി. ആൻഡ് പിഗിയുടെ ഒരു ടിയർ ആ ഒരു കോഞ്ച് ഷെൽ വീഴുന്നതായിട്ട് കാണുന്നുണ്ട്. ഇറ്റ്സ് ലുക്സ് ലൈക്ക് എ സ്റ്റാർ. റാൽഫ് ആൻഡ് പിഗി ഡിസൈഡ്സ് ടു അപ്രോച്ച് ഫോർ ഗ്ലാസസ്. അപ്പം ഇവർ തിരിച്ചറിഞ്ഞു ജാക്കിൻ്റെ ഫോളോവേഴ്സ് തന്നെയാണ് പിഗിയുടെ ഗ്ലാസസ് സ്റ്റീൽ ചെയ്തിരിക്കുന്നത്. അപ്പം ദേ ആർ ഡിസൈഡ് ടു അപ്രോച്ച് ജാക്ക് ഫോർ ദി ഗ്ലാസ്. സാം റിമൈൻഡ്സ് ദം ദാറ്റ് ജാക്ക് ഈസ് ഡേഞ്ചറസ്, സോ ദേ ഷുഡ് ബി കെയർ. അപ്പം സാം പറയുന്നൊരു കാര്യമുണ്ട്, ജാക്ക് വളരെ ഡേഞ്ചറസ് ആണ്, അതുകൊണ്ട് ഷുഡ് ബി വെരി കെയർ, അവനെ അപ്രോച്ച് ചെയ്യുമ്പം സൂക്ഷിക്കണം. പിഗി ടെൽസ് റാൽഫ് ടു ടൈ ദെയർ ഹെയർ ടു ലുക്ക് മോർ സിവിലൈസ്ഡ് ബട്ട് ഹി റിജക്ട്സ്. അപ്പോൾ പിഗി പറയുന്നുണ്ട് നമ്മൾ കുറച്ചും കൂടി സിവിലൈസ്ഡ് ആയിട്ട് തോന്നണമെങ്കിൽ നമ്മൾ ഈ നീണ്ടു വന്നിരിക്കുന്ന മുടികളൊക്കെ കെട്ടിവെക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ റാൽഫ് പറയുന്നുണ്ട് ഗേൾസിനെ പോലെ മുടി കെട്ടിവെക്കാൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് റാൽഫ് അത് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ദേ വെൻറ്റ് ടു ജാക്സ് ഏരിയ. എനിവേ അവർ ജാക്കിൻ്റെ ഏരിയയിലേക്ക് പോകുന്നു. ജാക്ക് ടെൽസ് റാൽഫ് ടു ഗോ അവേ. അപ്പോൾ ജാക്ക് ദൂരെ നിന്ന് റാൽഫിനെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട്. നീ ഞങ്ങളുടെ ഇവിടെ നിന്ന് വരണ്ട, ഇവിടുന്ന് പോവാൻ റാൽഫിനോട് പറയുന്നുണ്ട്. ഹി അഡ്രസ്സസ് ജാക്ക് എസ് തീഫ്. അപ്പം ദേഷ്യം കയറിയിട്ട് റാൽഫ് ജാക്കിനെ വിളിക്കുന്നു തീഫ്, കള്ളൻ എന്നുള്ള പേരിൽ തീഫ് എന്ന് ഭയങ്കരമായിട്ട് സൗണ്ട് റേസ് ചെയ്ത് വിളിക്കുന്നുണ്ട്. ഫൈറ്റിംഗ് ഈച്ച് അതർ. പിന്നെ അവർ തമ്മിലുള്ളൊരു ഫൈറ്റാണ് കാണുന്നത്. റോജർ പുഷ് ദ ഹ്യൂജ് റോക്ക് അറ്റ് ദിസ് ടൈം. ഈ ഒരു സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞു അവരൊരു എനമീസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ റോക്ക് അവരെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ റോക്ക് റോജർ അവിടെ നിന്ന് പുഷ് ചെയ്യുന്നു. ആ ഒരു പുഷ് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ പിഗിയുടെ ദേഹത്തേക്കാണ് ആ ഒരു റോക്ക് വന്ന് വീഴുന്നത്. ആൻഡ് ഹി ഡൈസ്. പിഗി മരിക്കുന്നു. സോ ദർ ഈസ് എ കംപ്ലീറ്റ് സൈലൻസ്. ജാക്ക് വാണ്ട്സ് ടു കിൽ റാൽഫ് ടു. അപ്പം പിഗി മരിച്ചത് അവരെല്ലാം കാണുന്നുണ്ട്, ജാക്കും കണ്ടു. പക്ഷേ എന്നിട്ടും ജാക്ക് നിർത്തുന്നില്ല ആ ഒരു അറ്റംപ്റ്റ്. ജാക്കിന് റാൽഫിനെയും കൊല്ലണം എന്നുള്ള ആ ഒരു ചിന്ത വരികയാണ്. ഈ ഒരു ടൈമിൽ തന്നെ പിഗിയുടെ കയ്യിലുണ്ടായിരുന്ന കോഞ്ച് ഷെല്ലും ഡിസ്ട്രോയ് ആവുന്നുണ്ട്, അതും ബ്രോക്കൺ ആവുന്നുണ്ട്.
റാൽഫ് ഗോട്ട് ഇഞ്ചേർഡ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് റാൽഫ് ഭയങ്കരമായിട്ട് ഇഞ്ചേർഡ് ആകുന്നുണ്ട്. അവൻ്റെ റിബ്സ് പുറത്തേക്ക് തള്ളി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഹി റാൻ അവേ. ഹൈഡ്സ് ഇൻ ദ ബ്രാഞ്ചസ് ഓഫ് ദ ട്രീസ്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് റാൽഫ് ഈ ട്രീസിൻ്റെ ബ്രാഞ്ചസിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്നതായിട്ടാണ്. സാം ആൻഡ് എറിക് അണ്ടർ ദി കൺട്രോൾ ഓഫ് ജാക്ക്. ഇപ്പോൾ ഈ ഒരു സമയത്ത് സാമും എറിക്കും ജാക്കിൻ്റെ കൺട്രോളിലായി. അവരെ ജാക്ക് കൊണ്ടുപോവുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ്ഫുള്ളി അവരെ ജാക്ക് എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. സോ റാൽഫ് ഈസ് അലോൺ ഇൻ ദ ഐലൻഡ്. ബിക്കോസ് റാൽഫിൻ്റെ ഗ്യാങ്ങിലുണ്ടായിരുന്നത് പിഗ്ഗിയും സാമും എറിക്കുമാണ്. പിഗ്ഗി ഓൾറെഡി ഡൈ. അതുപോലെ തന്നെ സാം ആൻഡ് എറിക്ക് ഇപ്പം ജാക്കിൻ്റെ കൺട്രോളിലാണ്. ദെൻ ദ ലാസ്റ്റ് ചാപ്റ്റർ ഓഫ് ദി നോവൽ, ചാപ്റ്റർ 12, ക്രൈ ഓഫ് ദി ഹണ്ടേഴ്സ്. റാൽഫ് വോണ്ട്സ് ടു വാഷ് ഹിസ് വൂൺസ്. റാൽഫിൻ്റെ വൂണ്ട് എങ്ങനെയെങ്കിലും വാഷ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം ഭയങ്കരമായിട്ട് ബ്ലീഡ് ചെയ്യാണ്. ഹീ ഈസ് ഹംഗ്രി ആൻഡ് ഡിസൈഡ്സ് ടു ഈറ്റ് സം ഫ്രൂട്ട്സ്. കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാമെന്നൊക്കെ റാൽഫ് ചിന്തിക്കുകയാണ്. അപ്പം ഹെവി വൂണ്ടാണ്, വളരെയധികം ബ്ലീഡിങ് നമുക്ക് കാണിക്കുന്നുണ്ട് നോവലിൽ. ഹീ സീസ് ലോർഡ് ഓഫ് ദി ഫ്ലൈസ്. അപ്പം ഇവനിങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ പോകുന്ന സമയത്താണ് സഡൻലി സിമൺ കണ്ട ആ കാഴ്ച റാൽഫ് കാണുവാണ്. അതായത് ആ ഒരു പിഗിൻ്റെ ഹെഡ് സ്റ്റിക്കിൽ ഇങ്ങനെ കുത്തിവെച്ചിരിക്കുന്നത്. ഇറ്റ്സ് എംപ്റ്റി ഐ സോക്കറ്റ് ആൻഡ് സ്കൾ. അപ്പം ഇത്രയും ദിവസമായതുകൊണ്ട് അതിൻ്റെ ഐ സോക്കറ്റൊക്കെ ഇങ്ങനെ പുറത്ത് വന്നു. അതുപോലെ സ്കള്ളും മാത്രമേ ഉള്ളൂ, ഫ്ലഷൊക്കെ ഫ്ലൈസൊക്കെ കഴിച്ചു. അപ്പം വളരെയധികം പേടിപ്പെടുന്ന ഹൊറിബിളായിട്ടുള്ളൊരു സീനാണ് റാൽഫ് കാണുന്നത്. ഹി ഹിറ്റ്സ് ദ സ്കൾ ഇൻ ടു 2 pieces. അപ്പോൾ ദേഷ്യം കയറിയിട്ട് റാൽഫ് അതിനെ ഹിറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്കള് 2 പീസാക്കി മാറ്റുന്നുണ്ട്. അറ്റ് നൈറ്റ് റാൽഫ് ഈസ് ഹൈഡിങ് ഇൻ ദ ബുഷസ് ടു എസ്കേപ്പ് ഫ്രം ജാക്ക് ആൻഡ് ഹിസ് ഫോളോവേഴ്സ്. അപ്പോൾ രാത്രി കാലങ്ങളിൽ റാൽഫിനറിയാം ജാക്ക് വളരെ ഡേഞ്ചറസ് ആണ്, തന്നെ കൊല്ലാൻ എന്തായാലും ശ്രമിക്കും. അപ്പം ജാക്ക് എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, തന്നെ കില്ല് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ രാത്രി കാലങ്ങളിൽ ബുഷസിൻ്റെ ഇടയിലും ട്രീസിൻ്റെ ബ്രാഞ്ചസിലൊക്കെയാണ് ഉറങ്ങുന്നത്. ഹി തിങ്സ് ഹീ ഈസ് ആൻ ഓഡ് വൺ റൈറ്റ് നൗ. അപ്പം സ്വയമേ ഒരു ചിന്ത തോന്നുവാണ് താനൊരു ഓഡ് വണ്ണാണ്, ആരും തന്നെ തനിക്ക് സപ്പോർട്ടില്ല. ബിക്കോസ് പിഗ്ഗി ആയിരുന്നു ആകെ ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ഫോളോവർ എന്ന് പറയുന്നത്. അപ്പോൾ പിഗ്ഗി ഇപ്പം ഇല്ല. സോ റാൽഫ് മീറ്റ്സ് സാം നുറിക് ആൻഡ് ടെൽസ് ഹിം അബൌട്ട് ജാക്സ് പ്ലാൻ ടു കിൽ ഹിം നെക്സ്റ്റ് ഡേ. അപ്പം ഇവനിങ്ങനെ ഒരു ബുഷസിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് സാമിനെയും എറിക്കിനെയും കാണുന്നുണ്ട്. സാം നെറിക് എന്ന് പറയുന്നത് സാമിനെയും എറിക്കിനെയും, അവർ ട്വിൻസ് ആയതുകൊണ്ട് ബാക്കി കുട്ടികൾ അഡ്രസ്സ് ചെയ്യുന്നത് സാം നെറിക് എന്നായിരുന്നു. അപ്പോൾ അതാണ് അവിടെ ആ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ കുട്ടികളെ റാൽഫ് കാണുന്നുണ്ട്. അപ്പം രഹസ്യമായിട്ട് സാമും എറിക്കും പറയുന്നുണ്ട്, അടുത്ത ദിവസം തന്നെ നിന്നെ കൊല്ലാനുള്ള പ്ലാൻ എടുക്കുന്നുണ്ട് ജാക്ക്, സോ ബി കെയർഫുൾ. റാൽഫ് എസ്കേപ്സ് ഫ്രം ജാക്ക് ആൻഡ് റോജേഴ്സ് അറ്റംപ്റ്റ് ടു കിൽ ഹിം. അപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ജാക്കും റോജറും വന്ന് റാൽഫിനെ കില്ല് ചെയ്യാൻ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ റാൽഫിനെ കൊല്ലാൻ അവർക്ക് സാധിക്കുന്നില്ല. ഹി എസ്കേപ്സ്. ദെൻ റാൽഫ് ക്രൈഡ് ലൗഡ്ലി. ഭയങ്കരമായിട്ട് റാൽഫ് കരയുന്നുണ്ട്. ഈ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നെ റാൽഫ് കരഞ്ഞ് കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് എ നേവൽ ഓഫീസർ കെയിം ആൻഡ് ഹി ഡിസ്ക്രൈബ്ഡ് എവറിത്തിങ് ടു ഹിം. കണ്ണ് തുറക്കുമ്പോൾ കാണുന്നൊരു നേവൽ ഓഫീസറിനെയാണ്. പിന്നീടാണ് അവന് മനസ്സിലാവുന്നത് അവരുടെ ആ ഒരു സിഗ്നൽ ഫയറൊക്കെ അതുവഴി പോയ ഏതോ ഷിപ്പ് കണ്ടു. ദെൻ അതിൽ നിന്ന് നേവൽ ഓഫീസേഴ്സ് ഈ ഐലൻഡിലേക്ക് വന്നിരിക്കുവാണ്. ആൻഡ് ഈ ഒരു സമയത്ത് റാൽഫിന് ഭയങ്കര റിലീഫ് തോന്നുന്നുണ്ട്. റാൽഫ് എല്ലാ കാര്യങ്ങളും ഈ നേവൽ ഓഫീസറിനോട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. നേവൽ ഓഫീസർ ആസ്ക്സ് അബൌട്ട് അതർ സർവൈവേഴ്സ്. ഇപ്പം നേവൽ ഓഫീസർ മറ്റ് സർവൈവേഴ്സ് ഇവിടെ ഉണ്ടോ, നിങ്ങൾ മാത്രമേ ഉള്ളൂ, നീ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് റാൽഫ് പറയുന്നത് ഞങ്ങൾ മാത്രമല്ല മറ്റു കുട്ടികളും ഇവിടെ ഉണ്ടെന്നുള്ളത്. ഹി ഷോക്ക്ഡ് ബിക്കോസ് ഓഫ് ദി ഡെത്ത് ഓഫ് 2 children. അപ്പോൾ റാൽഫ് നടന്ന കാര്യങ്ങളെല്ലാം ഈ നേവൽ ഓഫീസറിനോട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾ ഭയങ്കര ഷോക്കാവുന്നുണ്ട്. കാരണം കുട്ടികളിൽ നിന്ന് 2 പേര് മർഡർ ചെയ്യപ്പെട്ടു. അതായത് പിഗ്ഗി നഷ്ടപ്പെട്ടു, സിമൺ മരിച്ചു, അതുപോലെ തന്നെ ബോയ് വിത്ത് ദിസ് പെർട്ടിക്കുലർ ബർത്ത് മാർക്ക് ആ കുട്ടിയും മരിച്ചു. അപ്പം ഇത്രയും കുട്ടികളുടെ ഇടയിൽ തന്നെ ഇത്രയും വൈൽഡായിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഇത്രയും മോശപ്പെട്ടൊരു കാര്യം സംഭവിച്ചു എന്നുള്ളത് ആ ഒരു നഷ്ടം കേട്ടപ്പം ആ ഒരു നേവൽ ഓഫീസറിന് ഭയങ്കരധികം വിഷമം തോന്നുന്നുണ്ട്. ആൻഡ് എവ്രി വൺ ഗ്യാദേഴ്സ് ഇൻ ദ സ്പോട്ട്. പിന്നീട് എല്ലാ കുട്ടികളും ഈ നേവൽ ഓഫീസേഴ്സിൻ്റെ അടുത്തേക്ക് പോകുന്നു. ദ ഫെയിൽസ് ടു ടെൽ ദി എക്സാക്ട് നമ്പർ ഓഫ് ബോയ്സ് ഇൻ ദ ഐലൻഡ്. അപ്പം നേവൽ ഓഫീസേഴ്സ് ചോദിക്കുന്നുണ്ട് എത്ര കുട്ടികളുണ്ട്, നിങ്ങൾ എത്ര പേര് സർവൈവേഴ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ അറിയില്ല ആരൊക്കെയാണെന്ന്. കാരണം അവർക്കറിയില്ല, ബിക്കോസ് അവർ കുട്ടികളാണ്. അവർ തമ്മിൽ എത്ര പേരുണ്ടായിരുന്നു, ഇപ്പോൾ എത്ര പേരുണ്ട്, ഇതൊന്നും അവർക്ക് ഇപ്പോഴും വലിയ നിശ്ചയമില്ല. റാൽഫ് ക്രൈസ് അറ്റ് ദി എൻഡ്. റാൽഫ് അവസാനം വളരെയധികം കരയുന്നുണ്ട്. ബിക്കോസ് ഹി റിമൈൻഡ്സ് ഹിസ് ലോസ്റ്റ് ഫ്രണ്ട്സ്.
പിഗ്ഗി ആൻഡ് സിമൺ. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനെ എല്ലാം അവൻ മിസ് ചെയ്യുന്നുണ്ട്. അപ്പം സിമൺ പറഞ്ഞൊരു ഡയലോഗ് റാൽഫ് ഓർക്കുന്നുണ്ട്. ആ ഡയലോഗ് എന്തായിരുന്നു എന്നുള്ളത് ഞാൻ മുന്നേ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു. അതായത് യു വിൽ ഡെഫിനറ്റ്ലി ബാക്ക് ഫ്രം വേർ യു കെയിം ഫ്രം. എവിടെ നിന്നാണ് നീ വന്നത് അവിടേക്ക് നീ തിരിച്ചു പോകുന്നത് സാം ഒരു അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യവും റാൽഫ് ഓർക്കുകയാണ്. അപ്പം സിമണും ജാക്കും ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും തമ്മിൽ ഒരുപാട് ഫൈറ്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും സിമണും പിഗ്ഗിയും ദാറ്റ് സ്മോൾ ലിലൺസ് വിത്ത് ബർത്ത് മാർക്ക്, ഇവർ 3 പേരുമാണ് ഈ ഒരു നോവലിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നഷ്ടപ്പെടുന്നത്. പക്ഷേ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും റെസ്ക്യൂഡ് ആവുന്നുണ്ട്. പക്ഷേ എ ബോയ് വിത്ത് എന്താ പറയുക കറേജ്, അല്ലെങ്കിൽ എ ബോയ് വിത്ത് ഇൻ്റലിജൻറ്റ് എന്ന് പറയുന്നത് റാൽഫാണ്. അപ്പോൾ റാൽഫിന് വളരെയധികം വിഷമം തോന്നുന്നുണ്ട്. ബിക്കോസ് അവരാരും റെസ്ക്യൂ ചെയ്യപ്പെട്ടില്ലല്ലോ, കാരണം അവരെന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്നോർക്കുമ്പം റാൽഫിന് വളരെയധികം സങ്കടം തോന്നുന്നുണ്ട്, ഈവൻ ദോ ഹീ ഈസ് റെസ്ക്യൂഡ് ഫ്രം ദി ഐലൻഡ്. So that's the end of part. So thank you for watching.